കായിക കേരളത്തിനൊരു സന്തോഷ വാർത്ത. കായിക പ്രേമികളായ മലയാളി സുഹൃത്തുക്കൾക്ക് മലയാളത്തിൽ ഇതാദ്യമായൊരു സമ്പൂർണ്ണ സ്പോർട്സ് ചാനൽ, സ്പോർട്സ് റിപ്പോർട്ടർ. ഒരർത്ഥത്തിൽ നമുക്ക് ഒരൊറ്റ മതമല്ലേ ഉള്ളൂ, സ്പോർട്സ്. നമുക്ക് സമുദായങ്ങൾ വേറെ ആയിരിക്കും. ഫുട്ബോൾ, ക്രിക്കറ്റ്, റേസിംഗ്, ചെസ്, അത്ലറ്റിക്സ്, ഷട്ടിൽ, ബാഡ്മിന്റൺ. കളികൾ ഏതുമാവട്ടെ, സമുദായം ഏതുമാവട്ടെ, ദൈവം ഒരുപക്ഷെ മെസ്സിയോ, റൊണാൾഡോയോ, സച്ചിൻ തെണ്ടുൽക്കറോ, വിരാട് കോഹ്ലിയോ, സഞ്ജു സാംസണോ ആരോ ആവട്ടെ. പക്ഷേ കളിക്കളത്തിലെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ TV പ്രേക്ഷകർക്ക് അവതരിപ്പിക്കുന്നു സ്പോർട്സ് റിപ്പോർട്ടർ, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്പോർട്സ് ചാനൽ. ഇത് ശരിക്കും ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ചാനൽ വരുന്നുണ്ട് എങ്കിൽ അത് വളരെ ഗുണകരമായിരിക്കും. കാരണം നമ്മൾ പലതവണ നമ്മുടെ ചാനലിൽ തന്നെ പല എല്ലാ ന്യൂസ് ചാനലുകളെയും കളിയാക്കിക്കൊണ്ടും ഒക്കെ നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. കാരണം ഇവരാരും സ്പോർട്സ് കണ്ടതായി നടിക്കുന്നില്ല, അല്ലെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ മെയിൻലി നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ ഇവിടെ ഉള്ളത് ഇവിടുത്തെ സ്പോർട്സ് മേഖല തന്നെയാണ്. ക്രിക്കറ്റിനെ മാത്രം പോപ്പപ്പ് ചെയ്യുന്ന ഒരു പ്രവണതയാണല്ലോ ഇന്ത്യയിൽ സാധാരണ ഉള്ളത്. പിന്നെ ക്രിക്കറ്റിനെ മാത്രം പോപ്പപ്പ് എന്ന് പറയുമ്പോഴും ക്രിക്കറ്റിന്റെ ന്യൂസുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ക്രിക്കറ്റിനെ പറ്റിയിട്ട് വലിയ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പോ നമ്മൾ രാഷ്ട്രീയ ചർച്ചകൾ ഇവര് എല്ലാ ന്യൂസ് ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഇവര് സമയം കണ്ടെത്തുന്നത് പോലെ, അല്ലെങ്കിൽ അവരത് ഇങ്ങനെ കുളത്തിലൊക്കെ ആളുകൾ വന്നിരുന്ന് ഭയങ്കര ആധികാരികമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ഈ ന്യൂസ് ചാനലുകൾ സ്പോർട്സിനെ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ സ്പോർട്സിന് വളരെ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്കൊരു വിശ്വാസം. ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ISL തന്നെ, ഇപ്പൊ നമ്മൾ ഫിഫ സീസൺ ഒക്കെ വരുന്ന സമയത്ത്, ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എല്ലാ ന്യൂസ് ചാനലുകളും ഇങ്ങനെ ചാനൽ ചർച്ച ചെയ്ത് മറ്റേ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടത്തുന്നത് പോലെ തന്നെ ഓരോ ടീമുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ചില പ്ലേയേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ കോളത്തിലൊക്കെ ഇരുന്ന് ഭയങ്കര ചർച്ചകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ISL നടക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫുട്ബോളിന്റെ പല ഘട്ടങ്ങളിലോ, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രോബ്ലം ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതേ പറ്റിയിട്ടുള്ള ചർച്ചകളോ അങ്ങനെയുള്ള യാതൊന്നും ഞാൻ ഇതുവരെ ഒരു സ്പോർട്സ് ചാനലുകളും കണ്ടിട്ടില്ല. എന്തിനു പറയണം, ഇന്ത്യയുടെ ഫുട്ബോൾ മത്സരങ്ങൾ ഉള്ളത് പോലും, അല്ലെങ്കിൽ ഇന്ന് മത്സരമുണ്ട്, എവിടെ വെച്ചാണ് മത്സരം, ആരുമായിട്ടാണ് മത്സരം, ഇന്ത്യ ജയിക്കാൻ സാധ്യതയുണ്ടോ, ഇന്ത്യ ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ എന്ത് നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെയുള്ള യാതൊരു രീതിയിലുമുള്ള ഇൻഫോർമേഷൻസോ ചർച്ചകളോ ന്യൂസുകളോ ഒന്നും തന്നെ ഒരു ന്യൂസ് ചാനലുകളിലും ഇപ്പോഴും വരാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചാനൽ, റിപ്പോർട്ടർ ചാനൽ, സ്പോർട്സിന് വേണ്ടിയിട്ട് മാത്രം, അത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്പോർട്സ് ചാനൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വളരെ വലിയൊരു നേട്ടമായിരിക്കും. ആളുകളിലേക്ക് ഇങ്ങനെ സ്പോർട്സിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊണ്ടുവരാനായിട്ട് കൂടുതൽ സാധിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം ISL ഒക്കെ നടക്കുന്ന സമയത്താണെങ്കിലും പല രീതിയിലും ചർച്ച ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്കറിയാം. ഇപ്പോൾ മഞ്ഞപ്പടയുടെ പ്രതിഷേധം, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിലുള്ള ചെറിയ ചില ചാനലുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നു. ഇപ്പോഴും ഞാൻ പറയാം, ഇപ്പം സോഷ്യൽ മീഡിയ എത്ര വളർന്നുവെങ്കിലും TV എന്ന് പറയുന്നത്, ടെലിവിഷൻ എന്ന് പറയുന്നത്, എനിക്ക് അറിയില്ല കേട്ടോ, ഈ റിപ്പോർട്ടർ സ്പോർട്സ് എന്ന് പറയുന്ന ഈ ചാനൽ ടെലിവിഷനിലൂടെ ആണോ വരുന്നത് അതോ ഇനി ഓൺലൈനിലാണോ എന്ന് എനിക്ക് വലിയ ധാരണയില്ല. അതേ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. അപ്പൊ എന്തിരുന്നാലും ടെലിവിഷനിൽ തന്നെ ആണെങ്കിൽ തന്നെ ടെലിവിഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഇപ്പോഴും വലിയൊരു റോള് നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോ ഏത് വീട്ടിൽ പോയി നോക്കിയാലും ടെലിവിഷൻ എല്ലാ വീട്ടിലും വെക്കാറുണ്ട്. ഇപ്പം നമ്മളാണെങ്കിലും നമുക്ക് മുമ്പുള്ള ജനറേഷൻ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും TV കാണുന്നുണ്ട്, അവര് ന്യൂസുകൾ കാണുന്നുണ്ട്. അപ്പോൾ സ്പോർട്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചാനലിലൂടെ വരികയാണ് എന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം അവര് കൂടുതൽ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുമായിരുന്നു. നമ്മളെപ്പോഴും ഇങ്ങനെ ഓൺലൈനിൽ തന്നെ സ്പോർട്സിന്റെ ന്യൂസുകളും അല്ലെങ്കിൽ അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇരിക്കേണ്ടായിരുന്നു. അങ്ങനെ ഒരു ചാനൽ വരികയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് അജണ്ടകൾ കൊണ്ടുവരാൻ കഴിയും. ട്രാൻസ്ഫർ വിൻഡോ, അതേപോലെ റൂമറുകൾ, വേണ്ട ഒരു ഫുട്ബോൾ ആരാധകനായാലും മറ്റ് സ്പോർട്സ് ആസ്വദിക്കുന്ന എല്ലാവർക്കും തന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ചാനലിൽ ചെയ്യാൻ കഴിയും. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ചാനൽ വരുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. അതിനിപ്പോ റിപ്പോർട്ടർ ചാനലാണെങ്കിൽ തന്നെ അവർക്ക് എന്റെ ഒരു ആശംസകൾ നേരുന്നു. താങ്ക് യു.